വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഡെറിവേറ്റീവ്സ്, ഓപ്ഷൻ ബൈയിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി മന്ത്ലി കോൺട്രാക്റ്റിലോട്ട് മൂവ് ആയതിനു ശേഷം നിഫ്റ്റി കൂടുതൽ ഫോക്കസ് ആയിട്ട്, കാര്യത്തിൽ ബിഗിനിങ്ങിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ബയറായിരുന്നു. അതിനുശേഷം അത് മന്ത്ലി കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് മൂവായി എന്നുള്ളതേ ഉള്ളൂ. നിഫ്റ്റിയിൽ കൂടുതൽ ഫോക്കസ് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട്, ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ നിഫ്റ്റി തന്നെയാണ് ഇവിടെ അനാലിസിസ് ചെയ്യുന്നത്. അതും നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് വർത്താണ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ നുവാൻസസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടിന്യൂഷൻ ചാർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിനകത്ത് ഈ അക്യുറസി നിങ്ങൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എന്ത് അടിപൊളിയായിട്ടാണ് നമ്മുടെ ലെവൽസ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഉഗ്രനായിട്ടാണ്, അച്ചട്ടായിട്ടാണ് നമുക്കിവിടെ അക്യുറസി തരുന്നത്. അതുകൊണ്ടോ രാവിലെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 25,750 വരച്ചിരുന്നു. അവിടെ നിന്ന് എക്സാക്ട്ലി ഇത് സ്ക്രീൻഷോട്ടാണ് ഇന്നലത്തത്. ഇതിനകത്ത് യാതൊരു മാറ്റവും നമ്മൾ വരുന്നിട്ടില്ല. ഇന്നലെ വീഡിയോ ആണെങ്കിൽ പോയി നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുമ്പം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒരു എൻട്രിക്കായിട്ട് 25,650 പിയിൽ. കാര്യത്തിൽ ഇന്നലെ രാവിലെ നല്ലൊരു മെൽറ്റിംഗ് നടക്കുന്നത് കണ്ടു. അതും ലൈവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ് ടെലഗ്രാം ചാനലിൽ കൊടുക്കുകയും ചെയ്തു. ഇത് പ്രീമിയം ടൈം DK ആകുന്നുണ്ട് എന്ന്. 145 നമ്മൾ ഇന്നലെ രാവിലെ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറഞ്ഞത്. എന്നിട്ട് 130 അരമണിക്കൂർ നിഫ്റ്റി ഓപ്പണായി, അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പണായിട്ട് അരമണിക്കൂറിനകത്ത് നമുക്ക് എന്ത് പറ്റി, മെൽറ്റിംഗ് ആയി 130 വന്നു. അതിൻ്റെ അപ്ഡേറ്റും, അതായത് കറണ്ട് ലൈവിലുള്ള പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ചേഞ്ചസും നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സാക്ട്ലി 650, 132 ഇന്നലെ ട്രിഗറായി. ഏകദേശം നല്ല പോയിൻ്റ് 30 പോയിൻ്റോളം എനിക്ക് പ്രോഫിറ്റ് ഓപ്ഷൻ ബൈയിങ്ങിൽ വിത്തിൻ മിനിറ്റിനകത്ത്, ഒരു 4-5 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഈ ഓപ്ഷൻ ബയറിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ് ഓപ്ഷൻ സെല്ലറിനേക്കാൾ. കാര്യത്തിൽ ഓപ്ഷൻ ബയർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുക എൻട്രിക്കായിട്ട്. എൻട്രി കിട്ടിയാൽ, നല്ല എൻട്രികൾ കിട്ടിയാൽ വേറെ 5-10 മിനിറ്റ് കൊണ്ട് 50-100 പോയിൻ്റ് എടുത്തുകൊണ്ട് ഇറങ്ങാം. ഇതാണ് ഓപ്ഷൻ ബയർ. ഈ ഓപ്ഷൻ സെല്ലറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അടകാക്കണത് പോലെ അവരെന്ത് ചെയ്യും, അവർ എൻട്രി എടുക്കും, എന്നിട്ട് അത് മെൽറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇത് രണ്ടുമാണ് ഡിഫറൻസ്. ഓപ്ഷൻ സെല്ലർ എൻട്രി എടുത്തിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ മെൽട്ടാവും, ഒരു ദിവസം ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ ആവശ്യമുള്ളത്, അല്ലേ, വിശക്കുമ്പോഴല്ലേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ആഹാരം കഴിച്ചിട്ടത് ഡൈജഷൻ ആവാനായിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യുമോ? സോ ഇതാണ് ഓപ്ഷൻ ബയറിനും സെല്ലറിനുള്ള വ്യത്യാസം. കൂടുതൽ കഥ പറഞ്ഞ സമയം കളയുന്നില്ല. ഈ 25,645 സപ്പോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് പോകാം. ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താഴോട്ട് നല്ല മൂവ് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നും നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് വേണമെങ്കിൽ പോയി കണ്ടോളൂ. അപ്പം ഇന്നലെ നല്ല സപ്പോർട്ട് എടുത്ത് നിൽക്കുകയായിരുന്നു. ഇതാണ് ഇന്നത്തെ ലെവൽ. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 105 വന്ന് നിൽക്കുകയാണ്. ഇന്നലെ രാവിലെ തന്നെ 130, പിന്നെ 120 ആകുന്നത് കണ്ടു. ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. 120 ആയിട്ട് 99-100 ഉച്ചയ്ക്ക് ശേഷം തന്നെ അവർ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഡിസൈഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ 100 അടുപ്പിച്ച് പോയിൻ്റ് ഓഫ് കൺട്രോൾ ഡിസൈഡ് ചെയ്തതെന്നും ഞാൻ കണ്ടു ലൈവ് മാർക്കറ്റിൽ. പക്ഷേ അതൊന്നും അപ്ഡേറ്റ് ചെയ്തില്ല. ഇന്ന് 105 പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതൊക്കെയാണ് ലെവൽ കൺട്രോൾ. സോ വീണ്ടും ഓർക്കുക, ഇന്നലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഇത്രയും ബയർ മുകളിലോട്ട് പോയ സ്ഥലമാണ്. അപ്പം താഴോട്ട് അങ്ങനെ വരണമെന്നില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ പോയിൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിഫ്റ്റി താഴോട്ട് പോകുകയുള്ളൂ, ഡൗൺ മൂവ് തരുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.